യേശുവിനായി ഞാൻ പാടിടും ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ക്രിസ്തുവിൻ കഷ്ടങ്ങളിൽ ഞാൻ പാടും ഹല്ലേലൂയ. അഗ്നിശോധനയിലും ഞാൻ പാടും ഹല്ലേലൂയ. ക്രിസ്തുവിൻ കഷ്ടങ്ങളിൽ ഞാൻ പാടും ഹല്ലേലൂയ. അഗ്നിശോധനയിലും ഞാൻ പാടും ഹല്ലേലൂയ. തേജസ്സിൻ പ്രത്യക്ഷതയിൽ ഞാൻ പാടും ഹല്ലേലൂയ. ആത്മാവിൻ നിറവിൽ ഞാൻ പാടും ഹല്ലേലൂയ. തേജസ്സിൻ പ്രത്യക്ഷതയിൽ ഞാൻ പാടും ഹല്ലേലൂയ. ആത്മാവിൻ നിറവിൽ ഞാൻ പാടും ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ഫെബ്രുവരി 23 രാവിലെ 8 മണി മുതൽ. സ്ഥലം ഡിസ്ട്രിക്ട് ലൈബ്രറി ഹാൾ, സോപാനം ഓഡിറ്റോറിയം. മിറക്കിൾ സൺഡേ പാറശാലയിൽ ഫെബ്രുവരി 23 വൈകുന്നേരം 4:30 മുതൽ. സ്ഥലം ഷീല കല്യാണ മണ്ഡപം, പാറശാല. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ജോസഫിൻ്റെ മഹത്വം കാണാനായിട്ട്, അല്ലെങ്കിൽ മിസ്രൈമിലുള്ള തൻ്റെ മഹത്വം കാണാനായിട്ട് ജോസഫ് തൻ്റെ അപ്പനെ ക്ഷണിക്കുന്നത് കാണാം. ദൈവജനത്തെ നമുക്ക് വായിച്ചാൽ കാണാം, ആ സമയം യാക്കോബ് ചൈതന്യം പ്രാപിച്ചു, ഇസ്രായേൽ ചൈതന്യം പ്രാപിച്ചു. അതിനുശേഷം ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു എന്ന് നമുക്ക് വായിക്കാനായി കഴിയും. ഈ നാളുകളിൽ ദൈവത്തിൻ്റെ മഹത്വം കാണുന്ന വിധത്തിൽ കർത്താവ് സഭയെ ഉയർത്തുന്നത് കാണാം. വാഴുന്ന ഒരു അനുഭവത്തിലേക്ക് സഭയെ കർത്താവ് കൊണ്ടുവരികയാണ്. ഇന്ന് കേൾക്കാൻ പോകുന്ന മെസ്സേജിലൂടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കട്ടെ. ഇടിഞ്ഞു പോയിടത്തു നിന്നും, അല്ല തകർന്നു പോയിടത്തു നിന്നും, തനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് വേദനയിലായിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്നും ചിലരെ കർത്താവ് ഉയർത്തുന്നത് കാണാം. ഇന്നത്തെ മെസ്സേജ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഒന്ന് കർത്താവിന്റെ കരമുയർത്തി പറഞ്ഞേ, നിന്റെ സാന്നിധ്യം മതിയപ്പ, മറ്റൊന്നിനും ഞാൻ പ്രയോറിറ്റി കൊടുക്കില്ലപ്പ. നിങ്ങൾ പറഞ്ഞോ. എങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് മുട്ടോളോ അല്ല, അരയോളോ അല്ല, നീന്തിയിട്ടല്ലാത്ത ഒരു നദിക്കകത്തേക്ക് ചിലരെ ദൈവം ഇൻവൈറ്റ് ചെയ്യുകയാണ്. ആ സാന്നിധ്യത്തിൽ നീന്താൻ ചിലരെ വിളിക്കുകയാണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ, ഞാൻ ഇവളും തമ്മിൽ വഴക്കൂടിയിട്ടുണ്ടോ? വഴക്കൂടിയിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാരെന്ന് കാര്യങ്ങൾ ഉയർത്തി കാണിച്ച് എല്ലാവരും ഉണ്ടല്ലേ? അത് നമ്മൾ രാത്രി ചെന്ന് കിടക്കാൻ നേരത്തെ ഞാൻ ഇവളാണ് വഴക്കൂടിയെങ്കിലും ഞാൻ വഴക്കൂടിയെങ്കിലും സോളിന്ന് വിളിക്കും. ഞാൻ വഴക്കൂടിയെങ്കിൽ എന്നോടൊന്നും പറയണ്ടെന്ന് ഇവള് പറയും. ആ വഴക്ക് സെറ്റിലാകുന്നവരെ ഉറങ്ങാൻ നോക്കുവോ? എനിക്ക് പറ്റത്തില്ല. നിങ്ങൾ വഴക്കൂട്ടിയിട്ട് കിടന്നുറങ്ങിയിട്ടില്ല, അടിയൊക്കെ ഉണ്ടാക്കും. ഇവളായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്, ഞാനായിരിക്കും ചെയ്യുന്നത്. പക്ഷേ പിണങ്ങിക്കിടക്കാൻ പറ്റത്തില്ല. ഒരു ശ്വാസം മുട്ടില്ല. കല്യാണം കഴിച്ചവർക്ക് ഇത് ശരിക്കും മനസ്സിലാവത്തുള്ളൂ. അല്ല, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ പിണങ്ങിയാലുള്ള വിധം നിങ്ങൾ ചിന്തിച്ചാലും മതി. കല്യാണം എന്ന് പറയുന്നത്, ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ആഴമുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് സഭയെ അതിനോട് ചേർത്ത് വെച്ച കർത്താവ്. മിണ്ടുന്നത് വരെ എന്നെ സങ്കടമാണെന്നറിയോ? എങ്ങനെയെങ്കിലും മിണ്ടണം. മിണ്ടിക്കഴിഞ്ഞാൽ ഇതുവരെ ഇല്ലാത്തതിനേക്കാൾ ഒരു അടുപ്പം ഉണ്ടാവും. പിന്നെ കെട്ടിപ്പിടിച്ച് 2 ഉമ്മ കൊടുക്കും. നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലേ? ഇനി 2 വർഷമായിട്ട് മിണ്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മീറ്റ് കഴിഞ്ഞ് എന്നെ ഒന്ന് കാണും, തലയിലെങ്കിലും കൈവച്ച് പ്രാർത്ഥിക്കാം.
അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്ന ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുന്ന കുറെണ്ണം ഉണ്ടല്ലോ. അത് നമ്മുടെ ചർച്ചയിൽ ഇല്ലായിരിക്കും. ഈ കുടുംബം കണ്ടിട്ടല്ലേ നിങ്ങൾ വളരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു നല്ല ആമേൻ പറഞ്ഞേ. ചിലപ്പോ ഞാൻ ഇവളോട് വർത്താനം പറയുമ്പോൾ ഇവളെ ഞാൻ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലേ ഇവള് കുറച്ചും കൂടെ പിണങ്ങും ചെറുതായിട്ട്. പിന്നെ ഞാൻ ഇവളോട് ക്ഷമ പറയണം. പോട്ടറി ഞാൻ അറിയാതെ പറഞ്ഞാടി, എനിക്ക് ദേഷ്യം വന്നപ്പോൾ ചെയ്തു പോയാടി. അങ്ങനെയല്ലേ? നിങ്ങളതൊന്നും മിണ്ടാത്തെ? ഞാൻ നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യനാണ്. ആ ബന്ധത്തെ റിസ്റ്റോർ ചെയ്യാൻ ഞാൻ വേണേ കരഞ്ഞെന്ന് വരും. പുരുഷത്വമൊന്നും ഇല്ല. ആ സോളിയുടെ മുമ്പിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്, എൻ്റെ തെറ്റ് കാരണോ. പക്ഷേ ബന്ധം റിസ്റ്റോർ ചെയ്യുകയാണ് പ്രാധാന്യം. എന്നോട് സ്വർഗ്ഗം ഒരു ചോദ്യം ചോദിച്ചു. നീ സഭയോട് ചോദിക്കണം, പിണങ്ങിയിരിക്കുന്ന ഒരാളോട് എങ്ങനെയാണോ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ ശ്രമിച്ചതിലേക്ക് കടക്കുന്നത്, അതുപോലെ അവരെൻ്റെ സാന്നിധ്യത്തെ പുനഃസ്ഥാപിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം. നാളെ ആകട്ടെ എന്ന് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ നമ്മൾ മാറ്റിവെച്ചില്ല. കാരണം ഇവളെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായി. എന്നാൽ നാളെ ആകട്ടെ എന്ന് മാറ്റിവെച്ച ഏക റിലേഷൻ, മുറിവേറ്റ ഏക വ്യക്തി അതെൻ്റെ അപ്പച്ചനാണ്. നാളെ ആകട്ടെ എന്ന് മാറ്റിവെച്ച് മുറിവേൽപ്പിക്കുകയല്ലാതെ ഞാൻ ഇതുവരെ പലപ്പോഴും ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഇവൾ എൻ്റെ അടുക്കൽ ചേരുന്നത് പോലെ ഇമ്പോർട്ടൻസ് കർത്താവിൻ്റെ സാന്നിധ്യം എന്നോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് തോന്നിയില്ല. ഞാൻ നിങ്ങളോടാ സംസാരിക്കുന്നേ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ല എങ്കിൽ സ്വർഗം നിങ്ങളെ മടക്കി വിളിക്കുക. കം ബാക്ക്, തിരിച്ചു വിളിക്കുക. ഒരു ദിവസം പോലും ഞാനും എൻ്റെ സോളിയും പിണങ്ങി ഉറങ്ങിയിട്ടില്ല. നിങ്ങളും അങ്ങനെ തന്നെ ആകട്ടെ. ആ സാന്നിധ്യമായിട്ടല്ലാതെ ഉറങ്ങരുത്, അവനുമായിട്ടല്ലാതെ നടക്കരുത്. എന്താ ആമേൻ പറയാത്തെ? അതുകൊണ്ടാ ഹോശേയാവ് പറഞ്ഞ് ഒരു 5 മിനിറ്റും കൂടി ഇരുന്നേ, അതും കൂടെ വായിച്ചിട്ട് നിങ്ങളെ വിടാം. അതുകൊണ്ടാ ഹോശേയ പ്രവചനം 14:4 പറഞ്ഞത്. 14:4 ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. എല്ലാവരും പറഞ്ഞേ, ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. ഈ ചികിത്സിക്കുക, എല്ലാവരും പറഞ്ഞേ, ചികിത്സിക്കുക. ചികിത്സിക്കുന്നത് രോഗത്തെയല്ലേ? നിങ്ങൾ ആരെങ്കിലും രോഗം വരണമെന്ന് ചിന്തിക്കുന്നവരാണോ? അതോ രോഗം നിങ്ങളെ ഒന്ന് പറ്റുകയാണോ ചെയ്യുന്നത്? രോഗം നമ്മളെ ഒന്ന് പറ്റുകയാണ്, രോഗം നമ്മളെ ഒന്ന് പിടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് രോഗം പിടിച്ചു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രോഗം വന്നു എന്ന് പറയുന്നത്. യേശു പറയുക, നിങ്ങളെ ഞാൻ ചികിത്സിക്കാമെന്ന്. നിങ്ങൾ പലപ്പോഴും പറയുന്നത് ഞാൻ തെറ്റിപ്പോയെന്നാ. പക്ഷെ ദൈവം കാണുന്നത് നിങ്ങൾ തെറ്റിപ്പോയെന്നല്ല, നിങ്ങളെ ആരോ ഒന്ന് പിടിച്ചു, അതിൽ നിന്ന് ഞാൻ നിങ്ങളെ സൗഖ്യമാക്കാന്ന്. ഓ വാട്ട് എ ലവിങ് ഗോഡ്. കൂടെ ഉണ്ടെങ്കിൽ കൈയടിക്കും, ഒരു ആമേൻ പറ. നിങ്ങളെ ആരോ വന്ന് നിങ്ങളെ രോഗിയാക്കിയ ആരോ ഒരാളുണ്ട്, അയാളിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിക്കാം. യേശു അതുകൊണ്ടാ പറഞ്ഞ്, രോഗിക്കല്ലാതെ വൈദ്യന്റെ ആവശ്യമില്ല. ആരാ രോഗിയെന്ന് അവിടെ പറഞ്ഞത് പാപിയായ മനുഷ്യനെയാ. അവന്റെ കൂടെ യേശു ഇരുന്നു. എന്തിനു വേണ്ടിയിരുന്നു? യേശു അവരുടെ കൂടെ ഇരുന്നപ്പോൾ ഞാൻ പറയും, ദൈവ സാന്നിധ്യം പാപിയോട് കൂടെ. എല്ലാവരും പറഞ്ഞേ, ദൈവ സാന്നിധ്യം. സാന്നിധ്യം ഏതെങ്കിലും പാപിയുടെ കൂടെ ചെന്നാൽ ആ പാപി ദൈവമായി മാറും, അല്ലെങ്കിൽ പാപി ദൈവമുള്ള ആളായി മാറും. അതിനെയാ ചികിത്സ എന്ന് പറയുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന വാചകം കണ്ടോ, ഞാൻ എൻ്റെ കോപം വിട്ടുമാറിയിരിക്കുകയാൽ ഞാൻ ഔദാര്യമായി സ്നേഹിക്കും. ഔദാര്യമായി എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ഫ്രീലിയാണ് എന്ന് പറഞ്ഞ ഒരു വ്യവസ്ഥയും കൂടാതെ
ഫ്രീ. ഒരു വ്യവസ്ഥയും കൂടാതെ ഞാൻ നിന്റെ അടുക്കലേക്ക് വന്ന് നിന്നെ സ്നേഹിച്ച് നിന്റെ പിന്മാറ്റത്തെ നിനക്ക് വന്നു ചേർന്ന സകലത്തെയും നിന്നിൽ നിന്നും മാറ്റി ഞാൻ പുതുതാക്കി തീർക്കും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ പകൽ ചിലരുടെ ചികിത്സ നടക്കുകയാ, ചിലരെ ദൈവം രക്ഷിക്കുകയാ, ചിലരുടെ പിന്മാറ്റത്തെ ദൈവം സൗഖ്യമാക്കുകയാ. നിങ്ങൾ എന്റെ കൂടെ എത്തിയോ? ചികിത്സിക്കുകയാ. ആരെങ്കിലും ആ ചികിത്സ അനുഭവിച്ചുവെങ്കിൽ അടുത്ത വാചകം, അവർക്ക് ഞാനൊരു മഞ്ഞായി മാറുമെന്നാണ്. മഞ്ഞിന്റെ പ്രത്യേകത അറിയാവോ? അത് ഏതിന്റെ മുകളിലാണോ വീഴുന്നത് അതിനെ പിന്നീട് കാണത്തില്ല, പിന്നെ കാണുന്നത് മഞ്ഞിനെ മാത്രമായിരിക്കും. മഞ്ഞു മൂടുവെന്ന, ചിലരെ മഞ്ഞു മൂടുവെന്ന, സഭയെ മഞ്ഞു മൂടുവെന്ന. ഓ, കൂടെ ഉണ്ടെങ്കിൽ കൈയടിക്കൂ, ആമേൻ പറ. ചിലതിനെ മൂടിക്കളയുമെന്ന എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വരൂപത്തെ മാറ്റിയിട്ട് മഞ്ഞിന്റെ സ്വരൂപത്തെ കൊണ്ടുവരുമെന്ന്. ആർക്കും അതിനെ ഇനി പഴയതുപോലെ കാണാൻ പറ്റില്ല എന്ന്. അതിന് പകരം കാണുന്നവർ മഞ്ഞ് മാത്രം കാണുമെന്ന്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. സഭയോട്, കുടുംബങ്ങളോട്, നിന്നോടുള്ള ദൂത, നിന്നെ ഇനി ലോകം കാണത്തില്ല, പകരം നിന്റെ മുകളിൽ കിടക്കുന്ന മഞ്ഞിനെ കാണാൻ പോകുന്നു. ഒരു സീസൺ എഴുന്നേൽക്കുന്നു, മഞ്ഞ് മാത്രം കാണുന്ന സീസൺ. ഈ ദൂതൻ എന്നോട് സംസാരിച്ചപ്പോൾ സ്വർഗ്ഗം എന്നോട് പറഞ്ഞു, ജോണേ, അല്പനാള് കഴിഞ്ഞ് നിന്നെ ആരും കാണത്തില്ല, ആ കാണുന്നത് എന്നെ ആയിരിക്കും. നീ കാണത്തില്ല, ഞാൻ കാണും. നിന്നെ കാണത്തില്ല, എന്നെ കാണും. ഇതാ അതിലേക്ക് ചിലരെ ദൈവം വിളിക്കുകയാ, മഞ്ഞു മൂടുവാൻ. ആരെങ്കിലും തന്റെ പിന്മാറ്റത്തെ ചികിത്സിക്കുവാൻ എൻ്റെ അപ്പച്ചനൊരു അവസരം കൊടുത്താൽ എന്ന് പറഞ്ഞാൽ, ആ സാന്നിധ്യമായിരിക്കുവാൻ ആരെങ്കിലും തൻ്റെ ഹൃദയത്തെ ഏൽപ്പിച്ചാൽ, അവരോട് ദൈവത്തിന് പറയാനുള്ളത്, നിന്നെ കാണാതെ വണ്ണം ഞാൻ മഞ്ഞിനാൽ മൂടിക്കളയും. ഇനി നീ കാണുകയില്ല, ഇനി നീ കാണുകയില്ല, നിന്നെ മഞ്ഞിനാൽ ഞാൻ മൂടിക്കളയും. മഞ്ഞിന്റെ പ്രത്യേകത അത് അനേകരെ തണുപ്പിക്കുന്നതാ. മഞ്ഞിന്റെ പ്രത്യേകത, മഞ്ഞിന് മാത്രമാണ് തൂവെള്ള നിറമുള്ളത്. മഞ്ഞിന്റെ പ്രത്യേകത, അത് അനേകരെ സ്പർശിക്കാൻ കഴിയുന്നതാണ്. നീ അടുക്കൽ ചെന്നാൽ ആ അടുത്ത് നിൽക്കുന്നയാൾക്ക് ആ ശരീരത്തിലെ തൻ്റെ തണുപ്പറിയാം. നിന്നെ അനേകരെ തണുപ്പിക്കാനായി പ്രയോജനപ്പെടുത്തും. നിന്നെ അനേകരെ സ്പർശിക്കാനായി ഉപയോഗിക്കും. നിന്നെ അനേകരെ വിശുദ്ധനെന്ന് വിളിക്കാൻ കാര്യമാക്കും. ഇത് സഭയോടുള്ള ദൂത. സഭയെ, ജീസസ് വേൾഡ് മഞ്ഞു മൂടുന്നു, മഞ്ഞിനാൽ മൂടുന്നു, മഞ്ഞിനാൽ മൂടുന്നു, മഞ്ഞിനാൽ മൂടുന്നു. അടുത്ത വാചകം എഴുതിയിരിക്കുന്നത് അറിയോ? അവർ താമര പോലെ പൂക്കും. നിന്റെ സൗന്ദര്യം അനേക രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് കാണും. ജോൺ ദാരുവേ, തിരുവനന്തപുരത്ത് അനേക രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് ഇവിടുത്തെ താമരയെ കാണും, ഇവിടുത്തെ ലില്ലിയെ കാണും. സൗന്ദര്യം കാണും, സൗന്ദര്യം കാണും, മനോഹാരിത കാണും, നിന്റെ ശാരീരിക സൗന്ദര്യം കാണും, ആത്മീയ സൗന്ദര്യം കാണും. നിന്നെ ആളുകൾ ശ്രദ്ധിക്കാൻ പോകുന്നു. ജീസസ് വേൾഡ്, ലോകം നിന്നെ നോക്കാൻ പോകുന്നു. ഒന്നും കൂടെ പറയുവോ? ജീസസ് വേൾഡ്, ലോകം നിന്നെ ശ്രദ്ധിക്കാൻ പോകുന്നു. മഞ്ഞ് കൊണ്ട് നീ അറിയപ്പെടും, സൗന്ദര്യം കൊണ്ട് നീ അറിയപ്പെടും. ലെബനോനിലെ ദേവദാരുകൾ, അതിന്റെ പ്രത്യേകത എന്നാണെന്നറിയോ? ആഴത്തിൽ വേരൂന്നുന്നതുകൊണ്ട് അതിനെ ഒരു കാറ്റിന് മുലയ്ക്കാൻ പറ്റത്തില്ല. മഞ്ഞിനാൽ നീ അറിയപ്പെടും, സൗന്ദര്യത്താൽ നീ അറിയപ്പെടും, നിന്റെ ആരോഗ്യത്താൽ നീ അറിയപ്പെടും. ഒരു കാറ്റിന് മുലയ്ക്കാൻ കഴിഞ്ഞില്ല എന്ന് ആളുകൾ പറയും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കളന്നോന്ന് എനിക്ക് അറിയത്തില്ല. കൂടുള്ളവർ തുള്ളിച്ചാടിയിട്ട് പറ, മഞ്ഞിന്റെ കാലം വരുന്നു,
വന്നിരിക്കുന്നു. സൗന്ദര്യത്തിന്റെ കാലം വന്നിരിക്കുന്നു. ആരോഗ്യത്തിന്റെ കാലം വന്നിരിക്കുന്നു. കൈകളടിച്ചതിന് റിസീവ് ചെയ്യേ. മഞ്ഞിന്റെ കാലം വന്നിരിക്കുന്നു. സൗന്ദര്യത്തിന്റെ കാലം വന്നിരിക്കുന്നു. ആരോഗ്യത്തിന്റെ കാലം വന്നിരിക്കുന്നു. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ഹല്ലേലൂയ പറയാവോ? അടുത്ത വാചകം പറയുവോ? അവന്റെ നിഴലിൽ പാർക്കുന്നവർ ധ്യാനം വർദ്ധിപ്പിക്കും. And English version വായിക്കുക once again, my people will live in safety of my shade. Hallelujah. അടുത്ത ട്രാൻസ്ലേഷൻ, that and they will dwell under the shade shall return, they shall revive. എന്ന് ശ്രദ്ധിക്കാവൂ, revive എന്ന് പറഞ്ഞാൽ അവർ ചൈതന്യത്തിലേക്ക് മടങ്ങി വരും. പിന്മാറ്റത്തിലെ ചികിത്സ മാത്രമല്ല സ്വർഗം പറഞ്ഞതോ, അവരെ വീണ്ടും ചൈതന്യത്തിലേക്ക് കൊണ്ടുവരും. ജീസസ് വേൾഡ്, ലോകരാജ്യങ്ങളിൽ എന്നെ കാണുന്നവരെ, കത്തോലിക്ക, മർത്തോമ, യാക്കോബ, ഇവാഞ്ചലിക്കൽ, ഓർത്തഡോക്സ്, ബന്ധക്കോസ്, ഈ എല്ലാ സഭകളിലും ഒരു ചൈതന്യം വരാൻ പോകുന്നു. സഭകൾ മുഴുവൻ ചൈതന്യം അനുഭവിക്കാൻ പോകുന്നു. കൊറോണ വരുത്തിയ വേദനയല്ല, അതിമനോഹരമായ ചൈതന്യം. ലബനോനിലെ താമര പോലെ, ലബനോനിലെ വേദാരുക്കൾ പോലെ, മഞ്ഞുമൂടിയ മലകൾ പോലെ. Come on, ചൈതന്യം വരുന്നു. ഹല്ലേലൂയ. ഈ ചൈതന്യം എന്ന വാക്ക് വേറെ ഉപയോഗിച്ചിട്ടുള്ളത് എവിടെയാണെന്നറിയാവോ? ജോസഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവനവനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടുപോകാനുള്ള പോകുവാനുള്ള ജോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അപ്പന് ചൈതന്യം വന്നു. അപ്പനെ എന്നാ വന്നു? ചൈതന്യം വന്നു. പറയട്ടെ ഒരു വാക്ക്, നിങ്ങളെന്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. ആരുടെ വാക്ക് കേട്ടപ്പോഴാ ഇസ്രായേലിന് ചൈതന്യം വന്ന്? തൻ്റെ മോന്റെ വാക്കുകൾ കേട്ടപ്പോ. കുറച്ചും കൂടെ കയറി പറയട്ടെ, താൻ കൊടുത്തയച്ച രഥങ്ങളിലൂടെ തന്റെ സ്നേഹം അറിഞ്ഞപ്പോ. ആരായി മോനെന്നറിയാവോ? ക്രിസ്തുവാണ് നിനക്ക് വേണ്ടി ചൊരിയപ്പെട്ട മകനെന്ന് വിളിക്കപ്പെടുന്നത്. ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടോ? ആ ക്രിസ്തുവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞാൽ ചൈതന്യം തിരിച്ചു വരും. ക്രിസ്തുവിന്റെ വാക്കുകൾ കേട്ടാൽ ചൈതന്യം തിരിച്ചു വരും. നഷ്ടപ്പെട്ടു പോയവരെ, ഇതാ ഒരു പുതിയ ചൈതന്യം വരുന്നു. ചൈതന്യം വരുന്നു. ചൈതന്യം വരുന്നു. സഭ ഞാൻ പ്രസംഗിക്കുന്നതായി കാണല്ലേ, ഞാൻ പഠിപ്പിക്കുന്നതായി കാണല്ലേ, ഞാൻ പ്രവചിക്കുകയാണ്. അല്ല, കുറച്ചും കൂടെ കയറി പറയാം, ഇതിപ്പോൾ സംഭവിക്കുകയാണ്. സഭയിൽ ചൈതന്യം വരുന്നു. വാക്കുകളാൽ ചൈതന്യം വരുന്നു. ഈ കാലത്ത് ദൈവസഭ കർത്താവിൻ്റെ മഹത്വത്തെ അനുഭവിക്കാൻ പോവുകയാണ്. ആ മഹത്വത്തെ കാണാൻ പോവുകയാണ്. ഇത് കർത്താവിൻ്റെ വാഴ്ചയുടെ സമയമാണ്. സകല ജനവും കാണുന്ന വിധത്തിൽ കർത്താവ് ചിലത് ചെയ്യാൻ പോകുന്നു. നമുക്ക് ദൈവസ്നേഹത്തിൽ കർത്താവിൻ്റെ കൃപയിലായിരിക്കാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ഉഷ ഒല്ലൂരിൽ നിന്നാണ് കടന്നു വരുന്നത്. സ്വന്തമായ ഒരു ഭവനം ലഭിച്ച അത്ഭുത സാക്ഷ്യം. രണ്ടാമത്തെ ആളാ പറയുന്നല്ലേ ഭവനം കിട്ടിയ കാര്യം. 30 വർഷമായിട്ട് സിസ്റ്റർ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഞാൻ 16 കൊല്ലം താമസിച്ചു. അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നറിയാം. പറഞ്ഞാട്ടെ. അതിനുശേഷം സിസ്റ്റർ 2 വർഷം മുമ്പാണ് നമ്മുടെ ചർച്ചിൽ വന്നു തുടങ്ങിയത്. സിസ്റ്റർ വിശ്വാസത്താൽ ദൈവം എനിക്ക് ഭവനം തന്നതിനെ ഓർത്ത് നന്ദി പറയാൻ തുടങ്ങി. സിസ്റ്റർ ഒരിക്കലും ഭവനം തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടില്ല. തന്നതിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വേദപുസ്തകത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള വാക്യങ്ങളിലോ ഒന്ന്, തന്റെ ജനം നശിക്കുന്നത് അറിവില്ലാത്തോണ്ടാ. അറിവ് വരുമ്പോ അനുഗ്രഹവും വരികയാണ്. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറ. 1 മാസമായിട്ട് സിസ്റ്റർ സ്വന്തം ഭവനത്തിലാണ് താമസിക്കുന്നത്. കൈകളടിച്ചൊരു ആമേൻ പറയാം. യേശു ചെയ്ത നന്മയ്ക്ക് നന്ദി. സിസ്റ്ററിന്റെ പേര് തുളസി എന്നാണ്. തുളസി കാട്ടൂരിൽ നിന്ന് വരുന്നു. 12 വർഷം മുമ്പ് ഉണ്ടായ ഒരു സൗഖ്യമാണ് സിസ്റ്റർ പറയുന്നത്. 12 വർഷം മുമ്പ് ഉണ്ടായ സൗഖ്യം. 2012 അവർക്ക് കാലിന് ഭയങ്കര വേദനയായിരുന്നു. നടക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം
ഹാർവസ്റ്റ് ടി വിയിൽ ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ആ സമയത്ത് എന്നെ സിസ്റ്ററിനോട് പറഞ്ഞു, ഡ്രസ്സിൻ്റെ കളറ് പറഞ്ഞു, ഇന്ന കളർ ഡ്രസ്സിൻ്റെ ഒരു ചേച്ചിയെ സിസ്റ്ററിനെ ദൈവം സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ആ സിസ്റ്റർ ആ സമയത്ത് എന്നെ ഏറ്റെടുക്കുവാനിടയായി. ആ നിമിഷം അത് സൗഖ്യമായെന്ന് സിസ്റ്റർ 2012 നടന്ന കാര്യം ഇപ്പോഴാണ് സാക്ഷ്യം പറയുന്നത്. പക്ഷേ സന്തോഷത്തോടെ കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. കർത്താവ് ഇനി കൊടുത്ത അത്ഭുത സൗഖ്യത്തിന് നന്ദി. അപ്പാ ഒരു സാക്ഷ്യം കൂടെ പറയാനുണ്ട്. അമ്മയുടെ മകനെ ഷിപ്പിലായിരുന്നു ജോലി. ആ ജോലി ചെറിയ ജോലികളായിരുന്നു. എന്നാൽ 2019 നമ്മുടെ അഞ്ചലിൽ വന്ന് പ്രാർത്ഥിക്കാനിടയായി, ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കാനിടയായി. അതിനുശേഷം നല്ല ജോലി, നല്ല ശമ്പളത്തോടുകൂടി പ്രമോഷനോട് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. യേശു ചെയ്ത നന്മയ്ക്ക് നന്ദി പറയാം. ഈ അപ്പച്ചന്റെ പേര് അയ്യപ്പൻ എന്നാണ്. ഈ അപ്പച്ചൻ വരുന്നത് മുണ്ടൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഈ അപ്പച്ചൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഓട്ടോ ഓട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ 10 മാസം മുൻപ് ഈ ഓട്ടോയും വേറൊരു കാറും തമ്മിൽ കൂട്ടിയിടിക്കാനിടയായി. അതേ തുടർന്ന് അപ്പച്ചൻ്റെ വലത് മുട്ടിലുള്ള എല്ല് 2ആയി. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ സർജറി വേണമെന്ന് പറഞ്ഞ് സർജറി കഴിഞ്ഞു. കമ്പി ഇട്ടു, പ്ലാസ്റ്റർ ഇട്ടു. എന്നിട്ടും അപ്പച്ചന് ഒരു വേദനയ്ക്ക് ഒരു കുറവില്ലായിരുന്നു. എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ എല്ല് കൂടിയിട്ടുണ്ടായിരുന്നില്ല. 4 മാസം മുമ്പ് ബ്രദർ വിശ്വാസത്തോടു കൂടി നമ്മുടെ പബ്ലിക് മീറ്റിംഗിൽ വെച്ച ബ്രദറെ കാണുവാനും ബ്രദറോട് പറഞ്ഞ് പ്രാർത്ഥിക്കാനിടയായി. ബ്രദർ ആ കാലിൽ തൊട്ട നിമിഷം തന്നെ ആ അപ്പച്ചൻ്റെ കാലില് പൂർണ്ണ സൗഖ്യം കാണാനിടയായി. അത്ഭുതം എന്ന് പറയട്ടെ, കാലില് കമ്പിയിട്ടിരുന്നത് മാറി, പ്ലാസ്റ്റർ ഇട്ടിരുന്നത് മാറ്റി. ഇപ്പോൾ വേദന ഒട്ടും തന്നെ ഇല്ല എന്നാണ് സാക്ഷി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഈ അപ്പച്ചൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഈ അപ്പച്ചൻ വന്നത് അല്പം പോലും നടക്കാൻ വയ്യാതെ കമ്പിയായിട്ടിരുന്നു. അന്ന് വരുമ്പോ 1 ഇഞ്ച് എല്ല് വളർത്തില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണം. അങ്ങനെയല്ലേ? അന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. വീണ്ടും പോയി എക്സ്റേ ചെയ്തു. ആ സ്ഥലത്ത് വളർന്നില്ല എന്ന് പറഞ്ഞ എല്ല് ആ ആഴ്ചയിൽ അവിടെ ഉണ്ടായിരുന്നു. കർത്താവ് ചെയ്ത വലിയ തൊട്ടപ്പോ തന്നെ അത് ഏകദേശം സുഖമായി. കർത്താവ് ചെയ്ത സൗഖ്യത്തിന് നന്ദി. ഈ അപ്പച്ചൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പച്ചനെ ഓട്ടോ ഓടിച്ച് നടക്കട്ടെ. സന്തോഷമായിട്ട് പറയാം. സിസ്റ്റർ, ഈ സിസ്റ്ററുടെ പേര് ജിജി എന്നാണ്, ചിറക്കൽ എന്നാണ് വരുന്നത്. ഈ സിസ്റ്റർക്ക് ഒരാഴ്ചയായിട്ട് വലത് കാലിൽ ജോയിന്റ് പെയിൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ നടന്ന തിരുവല്ല മീറ്റിംഗ് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ അത് വിശ്വാസത്തോടെ ഏറ്റെടുത്തു. അത്ഭുതകരമായൊരു സൗഖ്യം, ഒരാഴ്ച ഉണ്ടായിരുന്ന ആ ജോയിന്റ് വേദന കർത്താവ് സൗഖ്യമാക്കി. സിസ്റ്റർ എവിടെയായിരുന്നു പെയിൻ എന്ന് പറയാമോ? ഹിപ്പിലായിരുന്നു പ്രയാസം. ഓൺലൈനിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, ആ സമയം സൗഖ്യമായി. ഇന്ന് സാക്ഷ്യം പറയാമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചു. വിശ്വാസം അത്ഭുതങ്ങളെ ചെയ്യുന്നു എന്ന് പറഞ്ഞാട്ടെ. ആ മീറ്റിംഗിൽ കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം. താങ്ക് യു ജീസസ്. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ഫെബ്രുവരി 16 രാവിലെ 8:30 മുതൽ സ്ഥലം ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ അഞ്ചൽ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് ഫെബ്രുവരി 16 രാവിലെ 11 മുതൽ സ്ഥലം AJ ഹാൾ കുമാരപുരം. ദൈവം ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾക്കായി നന്ദി പറയാം. കർത്താവിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ഓരോ പ്രവൃത്തിയും നമ്മളോട് പറയുന്നത് ജീവിക്കുന്ന ഒരു കർത്താവിനെയാണ്, അവൻ്റെ സാന്നിധ്യത്തെയാണ്. കർത്താവ് ചിലത് നോക്കിയിട്ടാണ് ആയിരിക്കുന്നത്. അവൻ്റെ സമയം ചിലത് ചെയ്യാൻ താല്പര്യത്തോടെയാണ് ആയിരിക്കുന്നത്. ദൈവം തൻ്റെ മക്കളെ കാണുന്നു, തന്നോട് അടുക്കുന്നവർക്ക് വേണ്ടി ചിലത് ചെയ്യുന്നു. ഈ നാളുകളിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളിൽ നമുക്കായിരിക്കാം. ഓരോ പ്രഭാതത്തിലും പുതിയ കൃപകളെ അനുഭവിക്കാം, പുതിയ അനുഭവങ്ങളിൽ നമുക്കായിരിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളിലും വലിയ അത്ഭുതങ്ങൾ കൊണ്ട് നിറയണം അപ്പാ. ഈ നാളുകളിൽ കർത്താവ് ഞങ്ങളോട് പറയുന്നത് അപ്പാ, ദൈവത്തിൻ്റെ പ്രവൃത്തി ശ്രേഷ്ഠമായ വിധത്തിൽ ചലിക്കുന്നു എന്നാണ്. അവൻ്റെ മഹത്വത്തെ ഇരട്ടിയായി സഭ ദർശിക്കാൻ പോകുന്നുവെന്നാണ്. പുതിയൊരു ഉണർവിൻ്റെ അനുഭവത്തിലേക്ക് കർത്താവ് സഭയെ കൊണ്ടുവരുന്നുവെന്നാണ്. കർത്താവ് ഈ കാലത്തിൽ കർത്താവ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും വളരെ വിശ്വസ്തയോട് കർത്താവിനുള്ള ബന്ധത്തിലായിരിക്കുവാൻ കർത്താവെ ഈ കുടുംബങ്ങളെ അവിടുന്ന് സഹായിക്കുന്നതോർത്ത് നന്ദി പറയുന്നു. ആ ദൈവമഹത്വത്തെ അനുഭവിക്കുവാൻ കർത്താവെ, അതിനെ കാണുവാൻ കർത്താവെ, അതിലായിരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ വിളിച്ചു വേർതിരിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ.
എന്നെ കാണുന്ന കുടുംബങ്ങളിൽ കർത്താവെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ലൈഫിൽ ജോലി ഉണ്ടാകട്ടെ അപ്പാ, ജോലി ഉണ്ടാകട്ടെ അപ്പാ. എനിക്കൊരു വ്യക്തിയെ കാണാം, 10ാമത്തെ ജോലിയാണ് മാറിക്കയറുന്നത്. ഇതുവരെ ഉള്ള ഒരു ജോലിയെപ്പോലും തനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അടുത്തൊരു ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കർത്താവെ, ആ വ്യക്തിയുടെ ലൈഫിൽ ദൈവത്തിൻ്റെ കൃപ ചലിക്കുന്നതോർത്ത് നന്ദി പറയുന്നു. ചിലത് മഹത്വത്തോടെ തന്നെ മുൻപിൽ വെളിപ്പെടുന്നതോർത്ത് നന്ദി പറയുന്നു കർത്താവെ. ചിലത് മഹത്വത്തോടെ തന്നെ മുൻപിൽ വെളിപ്പെടുന്നതോർത്ത് നന്ദി പറയുന്നു കർത്താവെ. അവിടുത്തെ പ്രവൃത്തിക്കായി സ്തോത്രം അപ്പാ, സ്തോത്രം കർത്താവെ, സ്തോത്രം യേശുവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എനിക്കൊരു വ്യക്തിയെ കാണാം, ആ വ്യക്തിയുടെ കാലിൽ മുള്ളു കൊണ്ടതുപോലെ എന്തോ കൊണ്ടു, പക്ഷെ മുറിവൊന്നുമില്ല, പക്ഷെ ആ കാല് കഴപ്പാണ്. ആ കാലിന് അതിന് ശേഷം കഴയ്ക്കുന്നത് പോലത്തെ വളരെ വലിയൊരു പ്രയാസവും വേദനയും ആ കാലുകളിൽ അനുഭവിക്കുന്നു കർത്താവെ. ആ വ്യക്തിക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവിൻ്റെ നാമത്തിലുള്ള അത്ഭുത സൗഖ്യം ഇപ്പോൾ ചലിക്കട്ടെ. അത് പൂർണ്ണമായി നീങ്ങിപ്പോകട്ടെ അപ്പാ, അത് പൂർണ്ണമായി നീങ്ങിപ്പോകട്ടെ അപ്പാ. അവിടുന്ന് കൊടുക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ ദൈവമേ അപ്പാ, അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ അത്ഭുതങ്ങളെ കൊടുക്കണമേ അപ്പാ. യേശുവേ, വീരപ്രവൃത്തികൾ അവർ അനുഭവിക്കട്ടെ അപ്പാ. ഇതുവരെ കാണാത്ത വിധത്തിലുള്ള മഹത്വം അവരുടെ ലൈഫിലുണ്ടാകട്ടെ, സമൃദ്ധിയുടെ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ കൃപയിൽ നമുക്കായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.